വാർത്തകളിലേക്ക്. നീണ്ട 2 പതിറ്റാണ്ടിന് ശേഷം പ്രശസ്ത ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലിമ നസ്രീൻ കൊൽക്കത്തയിൽ തിരിച്ചെത്തി. സ്വന്തം വീടായി കരുതുന്ന നഗരത്തിലേക്ക് മടങ്ങിയെത്താനായതിൽ വലിയ സന്തോഷമെന്ന് തസ്ലിമ പ്രതികരിച്ചു. എന്നാൽ തസ്ലിമ നസ്രീൻ അല്ലാഹുവിന്റെ ശത്രുവാണെന്നതടക്കമുള്ള പരാമർശങ്ങളുമായി ജിഹാദി സംഘടനകളും രംഗത്ത് വന്നു. തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്കെതിരെ സംസാരിച്ചതിന്റെയും എഴുതിയതിന്റെയും പേരിൽ നാടുകടത്തപ്പെട്ട എഴുത്തുകാരിയാണ് തസ്ലിമ നസ്രീൻ. 2007 ദിഖണ്ഡിതോ എന്ന ആത്മകഥയുമായി ബന്ധപ്പെട്ടുയർന്ന കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്നാണ് തസ്ലിമയ്ക്ക് കൊൽക്കത്ത വിടേണ്ടി വന്നത്. എന്നാൽ ഓഗസ്റ്റ് 1 നടക്കാനിരിക്കുന്ന പൊതുപരിപാടിയിലൂടെ വീണ്ടും കൊൽക്കത്തയിലെ സാംസ്കാരിക വേദിയിലേക്ക് സജീവമായി തിരിച്ചെത്തുകയാണ് അവർ. കൊൽക്കത്തയിലേക്ക് തിരിച്ചെത്താനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് വിമാനത്താവളത്തിൽ വെച്ച് തസ്ലിമ പ്രതികരിച്ചു. അതേസമയം തസ്ലിമയുടെ സന്ദർശനത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ജംഇയ്യത്തുൽ ഉലമ എ ഹിന്ദ് അധ്യക്ഷൻ സിദ്ദിഖുള്ള ചൗധരി പ്രതികരിച്ചത്. തസ്ലിമയെ അല്ലാഹുവിന്റെ ശത്രു എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം തസ്ലിമയ്ക്ക് സ്വാഗതമേകുന്നതിലൂടെ സംസ്ഥാന സർക്കാർ മുസ്ലിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. എന്നാൽ സിദ്ദിഖുള്ള ചൗധരിയുടെ വിദ്വേഷ പരാമർശത്തിനെതിരെ BJP കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നു. വർഗീയ ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയ സർക്കാർ ശക്തമായ സുരക്ഷാ വലയത്തിലാണ് തസ്ലിമ നസ്രിന് നഗരത്തിൽ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ജനം, ഡൽഹി.